ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി സർക്കാരിന്റെ പ്രോഗ്രസ് കാർഡ് ജനങ്ങൾക്ക് മുൻപിൽ വയ്ക്കാൻ വേദിയൊരുക്കി ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ബജറ്റ് പ്രസംഗത്തിൽ എൻഡിഎ സർക്കാരുകളുടെ കഴിഞ്ഞ 10 വർഷത്തെ നേട്ടങ്ങളാണ് ധനമന്ത്രി ആദ്യം തന്നെ ഊന്നിപ്പറഞ്ഞത്. കൂടാതെ മോദി സർക്കാർ അധിക തുടർച്ച നേടുമെന്ന പ്രതീക്ഷയും അവർ പങ്കുവെക്കുന്നുണ്ട്. രണ്ടാമത്തെ അവസരത്തിൽ സമ്പന്നമായ ഒരു രാജ്യം കെട്ടിപ്പടുക്കാനുള്ള ഉത്തരവാദിത്തം ഞങ്ങളുടെ സർക്കാർ ഇരട്ടിയാക്കിയെന്നും ദരിദ്രർ, കർഷകർ, യുവാക്കൾ, സ്ത്രീകൾ എന്നിങ്ങനെ 4 പ്രധാന വിഭാഗങ്ങളെ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നും ധനമന്ത്രി വ്യക്തമാക്കി. ദരിദ്രർ, സ്ത്രീകൾ, കർഷകർ, യുവാക്കൾ എന്നിവർക്കാണ് സർക്കാർ മുൻഗണന നൽകുന്നതെന്നും ധനമന്ത്രി പറഞ്ഞു. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും സ്ത്രീ ശാക്തീകരണത്തിനും യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സർക്കാർ ഊന്നൽ നൽകുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. കുടുംബാധിപത്യത്തെക്കുറിച്ചും നെപ്പോട്ടിസത്തെക്കുറിച്ചും അവർ ബജറ്റ് പ്രസംഗത്തിൽ പരാമർശിച്ചു എന്നതും ശ്രദ്ധേയമാണ്. സാമൂഹിക സാമ്പത്തിക പരിവർത്തനത്തിൽ പ്രവർത്തിക്കുന്നതിലൂടെ സ്വജനപക്ഷപാതം ഇല്ലാതാക്കുകയും കുടുംബാധിപത്യത്തെ തകർക്കുമെന്നും അവർ പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി മോദിയുടെ കീഴിലുള്ള സർക്കാർ പ്രവർത്തിക്കുന്നത് മതേതരത്വത്തിന് മുൻഗണന കൊടുത്തിട്ടാണെന്നും ധനമന്ത്രി പറഞ്ഞു. അതേസമയം ബജറ്റിൽ സാധാരണക്കാർക്ക് ആശ്വാസമാവുന്ന പ്രഖ്യാപനവുമായാണ് കേന്ദ്ര ധനമന്ത്രി എത്തിയതെന്നാണ് പറയപ്പെടുന്നത്. സർക്കാരിന്റെ പ്രധാന പദ്ധതികളിലൊന്നായ പ്രധാനമന്ത്രി ആവാസ് യോജന വഴി 2 കോടി വീടുകൾ കൂടി അനുവദിക്കാനാണ് കേന്ദ്രത്തിന്റെ തീരുമാനം. ഇതിലൂടെ രാജ്യത്തെ വീടില്ലാത്ത ആളുകളുടെ എണ്ണം കുറയ്ക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. പുരപ്പുര സോളാർ പദ്ധതിയും ധനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന ജനസംഖ്യ കണക്കിലെടുത്ത് ഉണ്ടാകുന്ന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി അടുത്ത 5 വർഷത്തിനുള്ളിൽ PMAY-യിലൂടെ 2 കോടി വീടുകൾ കൂടി നിർമ്മിക്കുമെന്നാണ് ധനമന്ത്രി അറിയിച്ചിരിക്കുന്നത്. എല്ലാവർക്കും പാർപ്പിടമെന്ന ലക്ഷ്യത്തോടെ 2016 ഏപ്രിൽ 1 മുതൽ പ്രധാനമന്ത്രി ആവാസ് യോജന നടപ്പിലാക്കി വരും. 60:40 അനുപാതത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ധനസഹായമായി അനുവദിക്കുന്നതാണ് ഇതിന്റെ രീതി. കേരളത്തിലെ ലൈഫ് പദ്ധതി ഉൾപ്പെടെ ഇതിന്റെ ഭാഗമാണ്. സൗരോർജ്ജത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന്റെ ഭാഗമായി റൂഫ് ടോപ്പ് സോളാറൈസേഷൻ സ്കീമിന് കീഴിൽ ഏകദേശം 1 കോടിയോളം കുടുംബങ്ങളെ സഹായിക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നതായും മന്ത്രി പ്രഖ്യാപിച്ചു. ഇതിലൂടെ പ്രതിമാസം 300 യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതി ലഭിക്കും. ഇതിലൂടെ ഒന്നിലധികം നേട്ടങ്ങളാണ് ഉണ്ടാവുക. കുടുംബങ്ങൾക്ക് പ്രതിവർഷം 15,000 മുതൽ 18,000 രൂപ വരെ വൈദ്യുതി ഇനത്തിൽ ലാഭിക്കുകയും മിച്ചം വിതരണ ഏജൻസികൾക്ക് വിൽക്കുകയും ചെയ്യാമെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ക്ഷീര കർഷകരുടെ ക്ഷേമത്തിന് കൂടുതൽ പദ്ധതികൾ യാഥാർത്ഥ്യമാകുമെന്നും സമുദ്ര ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി കൂട്ടുമെന്നും അവർ അറിയിച്ചിട്ടുണ്ട്. 5 ഇന്റഗ്രേറ്റഡ് മത്സ്യ പാർക്കുകൾ യാഥാർത്ഥ്യമാക്കുമെന്നും രാഷ്ട്രീയ ഗോകുൽ മിഷൻ വഴി പാൽ ഉൽപാദനം കൂട്ടുമെന്നും അവർ അറിയിച്ചു. ജനസംഖ്യാ വർധന പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കുമെന്നും ധനമന്ത്രി പ്രഖ്യാപനത്തിലൂടെ പറയുന്നുണ്ട്. പുതിയ റെയിൽവേ ഇടനാഴിയാണ് പ്രഖ്യാപനത്തിൽ പ്രധാനപ്പെട്ടത്. പുതിയ മെഡിക്കൽ കോളേജുകളും 149 വിമാനത്താവളങ്ങളും പുതിയതായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം 40,000 ബോഗികൾ വന്ദേ ഭാരത് നിലവാരത്തിലാക്കുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു. സുരക്ഷിത യാത്രയ്ക്കായിട്ടാണ് ഈ പ്രഖ്യാപനം. 3 റെയിൽവേ ഇടനാഴികൾക്കാണ് രൂപം നൽകുക. വിമാനത്താവള വികസനവും തുടരും. വ്യോമഗതാഗത മേഖലയും വിപുലീകരിക്കും. കൂടുതൽ വിമാനത്താവളങ്ങൾ നവീകരിക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു. അതേസമയം വെറും 58 മിനിറ്റ് മാത്രമാണ് ബജറ്റ് പ്രസംഗം നീണ്ടുനിന്നത്. സമീപകാല ബജറ്റുകളിൽ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ പ്രസംഗമാണിത്. മധ്യവർഗത്തിന്റെ പ്രതീക്ഷകൾക്കൊത്ത് ഉയരാനും ബജറ്റിന് സാധിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. വരുന്ന പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം അടുത്ത സർക്കാർ ചുമതലയേറ്റാൽ ജൂലൈയിൽ സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കും. ആത്മവിശ്വാസത്തോടെയാണ് ധനമന്ത്രി ബജറ്റ് പ്രസംഗം ആരംഭിച്ചത്.